ഇന്ത്യക്കെതിരെ രണ്ടാം ടെസ്റ്റിലേറ്റ പരാജയം ഇംഗ്ലണ്ട് ടീമിനെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യ റൺമല തന്നെ വിജയലക്ഷ്യമായി നൽകിയാലും തങ്ങൾ മറികടക്കുമെന്നായിരുന്നു ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്ക് വീരവാദം മുഴക്കിയത്. ആദ്യ ടെസ്റ്റിലെ അനുഭവം വെച്ചായിരിക്കാം ഹാരി ബ്രൂക്ക് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ 336 റൺസിന്റെ നാണംകെട്ട പരാജയം ഇംഗ്ലണ്ട് ഏറ്റുവാങ്ങി. പരമ്പര 1-1 ഇന്ത്യ സമനില പിടിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിന്റെ ബേസ്ബോൾ തന്ത്രത്തിന് ഇന്ത്യ ഒരുക്കിയ മറുമരുന്ന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക എന്നതായിരുന്നു. തങ്ങളുടെ കളിശൈലിക്കനുസരിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായ ഫ്ലാറ്റ് വിക്കറ്റുകളും ഇംഗ്ലണ്ട് ഒരുക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ ഈ സാഹചര്യം കൃത്യമായി മുതലെടുത്തു. ബാറ്റിംഗ് ആയിരുന്നു ഇന്ത്യയുടെയും ശക്തി. അധികമായി ടീമിലെത്തിച്ച സ്പിന്നർ ഓൾറൗണ്ടർ ആയിരിക്കണം എന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജി ആയിരുന്നു. അതിന് കാരണവുമുണ്ട്. ഗില്ല് ഇക്കാര്യം മത്സരത്തിന് മുമ്പ് വിശദീകരിക്കുകയും ചെയ്തു. വാലട്ടത്തിന് ആദ്യ മത്സരത്തിൽ അധികം റൺസ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ബാറ്റിംഗ് ഡെപ്ത് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് ഗില്ല് പറഞ്ഞു. ബുംറ കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ പിച്ചിന്റെ ആനുകൂല്യം പരമാവധി ഉപയോഗപ്പെടുത്തി കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇംഗ്ലണ്ടിന് 608 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യ നൽകിയത്. ഇത്രയും വലിയ വിജയലക്ഷ്യം ബേസ്ബോൾ ശൈലി അനുസരിച്ച് ചേസ് ചെയ്യാൻ ശ്രമിക്കണോ അതോ സമനിലക്ക് ശ്രമിക്കണോ എന്ന ആശയക്കുഴപ്പം ഇംഗ്ലണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. ഈ സാഹചര്യത്തിൽ മൂന്നാം ടെസ്റ്റിൽ വ്യത്യസ്ത സ്വഭാവമുള്ള പിച്ചൊരുക്കി ഇന്ത്യയെ കെണിയിൽ വീഴ്ത്താനുള്ള പദ്ധതികളാണ് ഇംഗ്ലണ്ട് തയ്യാറാക്കുന്നത്. ഇതിന്റെ സൂചനകൾ ഇംഗ്ലീഷ് പരിശീലകൻ ബ്രണ്ടൻ മക്കല്ലം തന്നെ പുറത്തുവിടുകയും ചെയ്തു. ലോർഡ്സ് ടെസ്റ്റിൽ പിച്ചിന്റെ സ്വഭാവത്തിൽ മാറ്റം വേണമെന്ന് മക്കല്ലം ആവശ്യപ്പെട്ടു. കൂടുതൽ പേസും ബൗൺസും ഇരുവശത്തേക്കും പന്തുകൾ തിരിയുകയും ചെയ്യുന്ന തരത്തിലുള്ള വിക്കറ്റ് തയ്യാറാക്കാനാണ് മക്കല്ലത്തിന്റെ ആവശ്യം. മൂന്നാം ടെസ്റ്റിൽ തങ്ങളുടെ പേസ് നിരയുടെ മികവിൽ ഇന്ത്യയെ വീഴ്ത്താനാണ് മക്കല്ലം പദ്ധതിയിടുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. മൂന്നാം ടെസ്റ്റിൽ സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ ഇംഗ്ലണ്ട് ടീമിൽ കളിച്ചേക്കുമെന്ന സൂചനകളും ഇതിനൊപ്പം മക്കല്ലം പങ്കുവച്ചു. ജോഫ്ര ആർച്ചർ മികച്ച ഫിറ്റ്നസിലാണ് ഉള്ളതെന്നും ലോർഡ്സ് ടെസ്റ്റിൽ അദ്ദേഹം സെലക്ഷന് ലഭ്യമാണെന്നും മക്കല്ലം വ്യക്തമാക്കി. അതേസമയം പ്ലേയിങ് 11-ൽ എത്തുകയാണെങ്കിൽ 4 വർഷങ്ങൾക്ക് ശേഷം ആർച്ചർ കളിക്കുന്ന ആദ്യ ടെസ്റ്റ് കൂടിയാകും ലോർഡ്സിലേത്. അദ്ദേഹം അവസാനമായി ടെസ്റ്റിൽ കളിച്ചത് 2021 ഫെബ്രുവരിയിലായിരുന്നു. ഇന്ത്യയായിരുന്നു അന്നും എതിരാളികൾ. ജോഫ്ര ആർച്ചറെ കൂടി അണിനിരത്തി ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് പേസ് ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതകളേറെയാണ്. ഇന്ത്യൻ പേസ് നിരയിൽ ബുംറ തിരിച്ചെത്തിയാൽ പ്രസീദ് കൃഷ്ണ പുറത്താകാനാണ് സാധ്യത. ബുംറയ്ക്ക് പകരക്കാരനായി കളിക്കാനെത്തിയ ആകാശ് ദീപ് മികച്ച പ്രകടനം നടത്തിയത് ഇന്ത്യക്ക് പ്രതീക്ഷ പകരുന്നുണ്ട്. പ്രസീദ് കൃഷ്ണ ഈ പരമ്പരയിൽ പലപ്പോഴും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ലോർഡ്സിൽ ബുംറയും സിറാജും ആകാശ് ദീപുമായിരിക്കും ഇന്ത്യൻ പേസ് ബോളിങ്ങിന് നേതൃത്വം കൊടുക്കുക. മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ വരുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ്. ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 5 വിക്കറ്റിന്റെ പരാജയം നേരിട്ട ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും നേടി ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. 2 ഇന്നിംഗ്സുകളിൽ നിന്നുമായി 10 വിക്കറ്റുകൾ വീഴ്ത്തിയ ആകാശ് ദീപിന്റെ പ്രകടനവും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി മാറി. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.